വടക്കേ ഇന്ത്യയിലെ മാൽവ എന്ന ഗ്രാമത്തിലെ ഗ്രാമത്തലവനാണ് ഗോകുൽദാസ്. അദ്ദേഹം വളരെ സത്യസന്ധനാണ്. ഗ്രാമത്തിലുള്ളവരുടെ ആവശ്യങ്ങൾക്കായിട്ട് രാവും പകലും പ്രയത്നിക്കുന്ന അയാളെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഒരിക്കൽ തൻ്റെ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് ആളുകൾ തന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് അപവാദങ്ങൾ പറയുന്നത് ഇദ്ദേഹം കേൾക്കാനിടയായി. അതോടെ അയാളുടെ ഉറക്കം പോയി. താൻ ഇത്ര ആത്മാർത്ഥമായിട്ട് ഗ്രാമവാസികൾക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇവർക്ക് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ അറിയാതെ ഈ ഗ്രാമത്തിൽ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്ര ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ഗോകുൽദാസ് അവസാനം ഒരു കാര്യവും ചെയ്യാതായി. ഒടുവിൽ മനസ്സമാധാനം തിരിച്ചു കിട്ടാനായിട്ട് അദ്ദേഹം അടുത്ത ഗ്രാമത്തിലെ ഒരു ബുദ്ധ സന്യാസിയെ കാണാൻ ചെന്നു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സന്യാസി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടാന്നേ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളും നിങ്ങളുടെ ഈ സഹായിയും ഇവിടെ എൻ്റെ ആശ്രമത്തിൽ താമസിക്കണം. ഗോകുൽദാസ് സമ്മതിച്ചു. അന്ന് രാത്രിയും പതിവ് പോലെ അദ്ദേഹത്തിന് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ ഇത്തവണ പ്രശ്നം ഉണ്ടാക്കിയത് ആശ്രമത്തിന്റെ തൊട്ടടുത്തുള്ള കുളത്തിലെ തവളകളുടെ നിർത്താതെയുള്ള കരച്ചിലായിരുന്നു. നേരം വെളുത്തപ്പോൾ ഗോകുൽദാസ് സന്യാസിയോട് പറഞ്ഞു, എൻ്റെ ഗുരു, ആ കുളത്തിൽ ഒരു 19 തവളയെങ്കിലും കാണും. ഇന്നലെ രാത്രി എനിക്ക് ഒരു 5 മിനിറ്റ് പോലും ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ എൻ്റെ സഹായി ആ തവളകളൊക്കെ പിടിച്ചു തരും. സന്യാസി സമ്മതിച്ചു. 2-3 മണിക്കൂർ പണിയെടുത്തിട്ടും ആ സഹായിക്ക് ആകെ 6 തവളകളെ മാത്രമേ കിട്ടിയുള്ളൂ. ദൈവമേ, ഈ 6 എണ്ണമാണോ കഴിഞ്ഞ രാത്രി മുഴുവൻ എൻ്റെ ഉറക്കം കളഞ്ഞത്? ഗോകുൽദാസിന്റെ അതിശയം കണ്ട സന്യാസി പറഞ്ഞു, മോനെ, നിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വെറും 5-6 പേര് നിന്നെ കുറ്റം പറഞ്ഞതിന്റെ പേരിലാണ് ഇത്രയും നാൾ നിനക്ക് ഉറക്കം നഷ്ടപ്പെട്ടത്. വിമർശനങ്ങളും അപവാദങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. നീ കേട്ടിട്ടില്ലേ, നിറയെ മാങ്ങയുള്ള മാവിന് ചിലപ്പോൾ കല്ലേറൊക്കെ കിട്ടും. പക്ഷേ എന്ന് കരുതി മാവ് അതിന്റെ പണി നിർത്തി വെക്കുന്നില്ലല്ലോ, ഉണ്ടോ? അത് നല്ല മധുരമുള്ള മാങ്ങകൾ ചുറ്റുമുള്ളവർക്കൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ആകണം നമ്മളും. എല്ലാ വെള്ളക്കെട്ടിലും തവളകളുണ്ടാകും. അവ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കും. ആ തവളകളെ മുഴുവൻ കൊന്നൊടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോവുക. ബാക്കിയൊക്കെ ശരിയായിക്കോളും. അത്രയും കേട്ടപ്പോൾ ഗോകുൽദാസിന് വല്ലാത്ത സമാധാനം തോന്നി. ഇനി താൻ തവളകളെ ഗൗനിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അയാൾ ഊർജ്ജസ്വലനായിട്ട് തൻ്റെ ഗ്രാമത്തിലേക്ക് നടന്നു. ഗ്രേറ്റ് മൈൻഡ്സ് ഡിസ്കസ് ഐഡിയാസ്, ആവറേജ് മൈൻഡ്സ് ഡിസ്കസ് ഇവന്റ്സ് and small minds discuss people. മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫസ്റ്റ് ലേഡി ആയിരുന്ന എലന റൂസ്വെൽറ്റിന്റെ പ്രശസ്ത വരികളാണിത്. യെസ്, let us not discuss about people, rather let's discuss events and ideas. Great day to you. Thank you.